കണ്ണോരത്ത് ചിരി പരുത്തി ചെമ്പരത്തി നല്ല പെൺപറന്നോ ചെമ്പരത്തി നല്ല ചെമ്പരത്തി എന്റെ തലയിലിരിക്കും ചെമ്പരത്തി ഞാൻ ചെവിയിൽ വെക്കും ചെമ്പരത്തി എന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ചെമ്പരത്തി മിക്കറിട്ട് കളിക്കും ചെമ്പരത്തി അങ്ങനെയൊക്കെ പാടൂ. പൊങ്ങന്താനത്ത് നിന്ന് കൊണ്ടുപോയ ചെമ്പരത്തി ഇതാ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ ചെവിയിൽ വെച്ചുകൊണ്ട് ചെമ്പരത്തി ഹോട്ടലിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ആ ഒരു ഷോപ്പിന് വരെ ഫ്രീ പ്രൊമോഷൻ കിട്ടുകയാണ്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഡാൻസ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് ആരും മദ്യപിക്കാതിരിക്കുക. ഡിസ്ക്ലൈമർ ആണ്, കാരണം മദ്യമൊക്കെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയില്. ഡാൻസ് ആണ് കേട്ടോ. ഇനി എന്തൊക്കെ കാണണം. ഈ പറയുന്നവരെ വിമർശിച്ചപ്പോൾ പലരും വന്ന് നമ്മളെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരെ എതിർത്തവർ അനേകരാണ്. കുറെ യൂട്യൂബർമാരെ എതിർത്തു, അതോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ ഇവരെ അതെ ഇഷ്ടംപോലെ പേരെ എതിർക്കാനുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എതിർത്തു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പോക്ക് ശരിയല്ല. ഇവർ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിനൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ കുറെ കോമളം പിന്നെ കുറെ എണ്ണമുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ തെറി വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മാരകമായിട്ടുള്ള എക്സ്ക്ലൂസീവ് രംഗങ്ങളിലൂടെ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. കാരണം എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഇവരെല്ലാവരും കൂടി വീഡിയോ ഇട്ട് വൈറലാക്കിയതാണ്. കാരണം ഇതിലേക്കാളും ഇഷ്ടം പോലെ ക്യാഷ് മുടക്കിയിട്ട് 100-400 രൂപയ്ക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണം എല്ലാവരും. എന്നാണ് ആ വയറ്റിലാകുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും എത്രണ്ട് 1201 നിമിഷം പ്രേക്ഷകരെ, ഒരു നിമിഷം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എത്ര നോക്കട്ടെ. ഇപ്പം രാവിലെ എടുത്തതാണ്. 1204 പേരാണ് ഇപ്പോൾ ഇതുവരെ ആയിട്ടും പുള്ളിക്കാരിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്. 1204 രാത്രിയായപ്പം 1277 സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ എമൗണ്ട് ഒരു 2,16,000 രൂപ. കൊള്ളാം. 2,00,000 സംതിങ് ഒക്കെ ആയി. 1277. അപ്പൊ ഇപ്പൊ എത്ര ആയി കാണും? നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കണക്കും കൂട്ടിയിരിക്കണ്ടേല്. ഓക്കെ, 1277 ഇൻറ്റു 180 എന്തായാലും 2 രൂപയെങ്കിലും കിട്ടുമായിരിക്കും. 2 ലക്ഷം കൂട്ടിക്കോ. 2 ലക്ഷം രൂപ പുള്ളിക്കാരി സമ്പാദിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ പുള്ളിക്കാരിയുടെ വസ്ത്രത്തിന്റെ നീളം കുറയ്ക്കുകയും പുള്ളിക്കാരിയുടെ വട, അതോടൊപ്പം തന്നെ മാല, ഇതൊന്നും കുറച്ചില്ലെങ്കിലും ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അവിടെ എന്ന് നോക്കാൻ വേണ്ടി കുറെ പേര് എല്ലാവരും കയറി പോകുന്നുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരിയുടെ പ്രദർശനത്തിലൂടെ ജനങ്ങളിലേക്ക് കാണിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുമെന്നുള്ള പുള്ളിക്കാരിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ചേച്ചി പഠിച്ചു. അതുകൊണ്ട് തന്നെ വസ്ത്രത്തിന്റെ നീളം കുറയുന്നു, അതോടൊപ്പം തന്നെ വടകൾ കാണിക്കുന്നതിന്റെ ആ ഒരു ഇതങ്ങോട്ട് കൂട്ടുന്നു, പിന്നെ കാല് കാണിക്കുന്നു, നിക്കറിന്റെ നീളം കുറയ്ക്കുന്നു. ഇനി എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു. ഇനി എക്സ്ക്ലൂസീവ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജട്ടി ഇട്ടോണ്ട് വരെ നമ്മൾ കാണും. അത് ഉറപ്പാണ്, നമ്മൾ കണ്ടിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം വന്നത് പുള്ളി നമ്മളല്ല, നിങ്ങൾ കണ്ടിരിക്കും. ഒരു ഇതൊക്കെ വിളിച്ചില്ലേ നമ്മളെ, എന്താ പറയുന്നത്, എന്താ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും, ഞാൻ മാനം ഇല്ലാത്തവളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞില്ലേ. മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ കുറച്ചെങ്കിലും മാനം വേണ്ടേ? അതുപോലും പുള്ളിക്കാരിക്ക് അറിയില്ല. എന്നാലും നമുക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വന്നിട്ടൊരു കാച്ചങ്ങോട്ട് കാച്ചിരുന്നു. അതെ, എന്നിട്ട് അടുത്ത ദിവസം പിന്നെ സ്റ്റോറി ഇട്ടു, നിങ്ങളെ എടുത്തു വെച്ച് കണ്ടന്റ് ആക്കുമ്പോൾ ഞാൻ അടുത്ത ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്തുവാടേ? അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ 2-3 ദിവസമായി ഞാൻ ഇട്ടിട്ട്. അപ്പോൾ തന്നെ ഇവിടെ പല കാര്യങ്ങളും നടന്നിരുന്നു. ഇവിടെ റാസൽ കൈമയിൽ പോയി, ചെമ്പരത്തി ഹോട്ടലിൽ പോയി. അതെ കുറെ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുമല്ല, വട കാണിക്കും തോറും കൂടുതൽ സബ് കിട്ടും, മനസ്സിലാക്കി കഴിഞ്ഞു. ചെമ്പരത്തിയൊക്കെ വെച്ചോണ്ട് ചെമ്പരത്തി നല്ല ചെമ്പരത്തി എന്റെ ചെവിയിൽ വെക്കും ചെമ്പരത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലൊക്കെ ഉദ്ഘാടനം ചെയ്ത് അവിടെ മദ്യം പ്രൊമോഷൻ, മണ്ണിറച്ചി പ്രൊമോഷൻ, അങ്ങനെ തുടങ്ങി. പിന്നെ യുവാക്കളെ, നിങ്ങൾ വരൂ, നിങ്ങളുടെ കയ്യിലുള്ള കാശ് എനിക്ക് കൊണ്ടുതരൂ, നാട്ടിലുള്ള ഭാര്യമാർക്ക് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എനിക്ക് കൊണ്ടുതരൂ, എന്റെ കീശ നിറയ്ക്കൂ എന്ന് പറയുന്ന ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ, സുധി എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കാൻ വേണ്ടി കാത്തിരുന്നവൾ. അതെ എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് തങ്കച്ചൻ, രേഷ്മ. എന്തെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പാടെ സുധീരെ ഫോട്ടോ റിമൂവ് ചെയ്ത് സ്വന്തം ഫോട്ടോ ആക്കി. എന്തായാലും ഒരു നല്ല കാര്യമാണ് ചെയ്തത്.
ഇവളെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ആ മനുഷ്യനോട് കുറച്ചെങ്കിലും സ്നേഹവും ഇത് കരുതലും ഉള്ളവളാണെങ്കിൽ ഇവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്തായാലും ഇവക്കെതിരെ കേസുകളുടെ കൂമ്പാരം തന്നെയാണ്, കേസുകളുടെ കൂമ്പാരം തന്നെയാണ്. അത് മാത്രമല്ല, ഇവർക്കെതിരെ ദുബായിലും പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ 2 വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ ആ ഒരു എന്താ പറയാ, പിന്നെ ചെമ്പരത്തി ഹോട്ടലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അവിടെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ, അവിടെ മറ്റേ എന്താ പറയാ, അവിടെ വടയും പിന്നെ മറ്റേ മാല നീക്കി കാണിക്കുന്നതും ഒക്കെ ജനങ്ങളെ ഒന്ന് കാണിക്കണം. അവളെ കാണാൻ വേണ്ടി വന്ന ഈ 1200 പേരെ അവർക്ക് അവള് കാണിച്ചു കൊടുക്കണമെന്ന് അവർക്ക് തോന്നുന്ന ആ ഒരു തോന്നൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോയി. ഞാൻ നമ്മുടെ ദുബായ് ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷൻ പ്രമോഷൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അത് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കി. കാരണം അതിൽ കാണുന്നില്ലെങ്കിൽ, അവളെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ കാണുന്നില്ലെങ്കിൽ അവൾ ഫോൺ ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, എന്നിട്ട് പിന്നെ താഴ്വശം കണ്ടില്ലെങ്കിൽ താഴ്വശത്തൂടെ പിടിച്ച് കാണിക്കുന്നു. എന്ത് സ്ത്രീയാണ്? നിങ്ങൾ എപ്പോഴും പറയാം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്, സ്ത്രീകൾക്ക് തന്നെ അപമാനം. എന്ത് സ്ത്രീയാ നിങ്ങള്? സോ ഗുഡ് നൈറ്റ് ഓൾ. എന്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരുപാട് നന്ദി, സ്നേഹം. സോ എനിക്കറിയാമേ ചോദിക്കുകയാണ്, ഈ 1200 പേര്, അതിൽ കുറച്ച് പേര് എന്തായാലും ഈ പറയുന്ന ബ്ലോഗേഴ്സ് ആയിരിക്കും, ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിരിക്കും, അവർക്ക് കണ്ടന്റ് കിട്ടണ്ടേ, അതിനായിരിക്കും ഉള്ള ആൾക്കാര്. ഞാൻ എന്തായാലും ഒരിക്കലും ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ആരെയും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എന്ത് കാണാൻ അഹാനേരെ പോലും ഞാൻ ചെയ്തിട്ടില്ല. അവരൊക്കെ നല്ല കണ്ടന്റാണ് ഇടുന്നത്, കുറെ പേര് എടുത്ത് പുകഴ്ത്തുന്നത് കണ്ടു. ഇത് കഴിഞ്ഞിട്ട് കുറെ പേര് അവിടെ പോയി സബ്സ്ക്രിപ്ഷൻ എടുത്തു. എന്തിനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് വല്ലവർക്കും കൊടുക്കുന്നത്? അതിൽ കുട്ടികൾ കാണും, അതിൽ യുവാക്കൾ കാണും. കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന യുവാക്കൾ എന്തിനാണ് ഇൻസ്റ്റാഗ്രാം കാണുന്നത്? അവരെടുത്ത് വല്ല പഠിക്കാൻ പറ പോയി. പിള്ളേർ സെറ്റുകള് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ ഇവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു തള്ളിക്കയറ്റം. അതുകൊണ്ട് മാത്രം യുവാക്കൾക്ക് എന്തുവാണ്, തലയ്ക്ക് ഓളമാണോ? അത് ഇവള് നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. യുവാക്കളൊന്നുമല്ല, വയസ്സായ കുറച്ച് മാമ്മമാര്, അവരായിരിക്കും. യുവാക്കളൊക്കെ ഇതിന്റെ പുറകെ പോകും തോന്നുന്നില്ല. ഇനി ഇവൾ അതിന്റെ അകത്ത് കറക്റ്റായിട്ട് ഇവള് കാണിക്കും. ബിഷപ്പ് പറഞ്ഞ പോലെ ഇവള് തേഞ്ഞൊട്ടും. ബിഷപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞോ? ഞാനൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും 1 മാസം 2 ആഴ്ച എന്തോ ആയതും ഇത്രയും, ഇനിയിപ്പം 1 മാസം ആകുമ്പോ എന്തായിരിക്കും? ഇവള് തേഞ്ഞൊട്ടും. ബിഷപ്പ് അന്ന് പറഞ്ഞിരുന്നു ഇവള് ബിഗ് ബോസിൽ പോകുമ്പോൾ ഇവരുടെ കഥകൾ വെളിയിൽ ഇങ്ങനെ തേഞ്ഞൊട്ടി തീരുവെന്ന്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ബാക്കി 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. അപ്പം ഞാനിനി ഉറങ്ങട്ടെ. ഇപ്പൊ സമയം എനിക്ക് ഒന്ന് 2 മണി കഴിഞ്ഞിട്ട് 2 മണി വരെയാണ്, 3 മണി വരെയാണ് ഇവിടുത്തെ ടൈം. 3 മണി കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുന്നേ, ദുബായ് ടൈം. സോ ഹാപ്പി. അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? 3 മണിയായി. 3 മണിയായപ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ എന്റെ മാല കാണിക്കാൻ വേണ്ടി എത്തിയതാണ്, നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. മാല വാങ്ങാൻ പോയതാണോ? 2-3 മണിയായപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി മാല കാണിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾ മറക്കാതെ പോകരുത്. അതെ, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ, നിങ്ങൾക്ക് പൈസ ഒന്നും ചെലവില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത്. അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയാണ്, അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന എന്താ പറയുക, ഈ പറയുന്ന എല്ലാ സുധിച്ചേട്ടന് വേണ്ടി ചെയ്യുന്ന നല്ല ഉത്തമയായ ഒരു ഭാര്യയാണ്. ഇതുപോലൊരു സാധനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായാലും കഴിഞ്ഞ ദിവസം ദേവ് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരുന്നു എക്സൈസ് വകുപ്പിന്. അതൊക്കെ വെറുതെയാണ് ഗൈസ്, വെറുതെ പരാതി. അവരിപ്പം എന്തൊക്കെയോ സംസാരിക്കുന്നു, വേറെ എന്തൊക്കെയോ പിള്ളേർ വഴിതെറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസെന്ന് പറഞ്ഞത്. അതുമല്ല മദ്യം പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസ്. അതൊക്കെ വെറും പച്ചവെള്ളം കഞ്ഞിവെള്ളം എന്നൊക്കെ പറഞ്ഞ് അവരൂരിപ്പോവും. വെറുതെ ഒരു കേസ് കൊടുത്തിരുന്നു. അതായത് മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ എമൗണ്ട് കെട്ടേണ്ടതായിട്ട് വരും. കുറഞ്ഞൊരു 10 ലക്ഷമോ ഒരു 50 ലക്ഷമോ രൂപ കൊണ്ട് അതൊന്നും നടക്കത്തില്ല ഗൈസ്, ഇപ്പോഴത്തെ കാലമല്ലേ, അതൊന്നും നടത്തില്ല. കൊടുക്കട്ടെ. ഇങ്ങനെ ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കുകയല്ലേ, അപ്പം അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ. അതാണ്. ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കണത് അവര് തന്നെ ആഘോഷിച്ച് അവര് ഇങ്ങനെ ലാവിഷായി തിരിയുന്നു. നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നു, 1 പൈസ പോലും കിട്ടൂല. ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. വേണ്ടത്
നല്ല രീതിയിൽ തന്നെ കിട്ടട്ടെ. ഇവർക്കത് വേണം. കാരണം പിള്ളേരെയാണ് വഴിതെറ്റിച്ചോണ്ടിരിക്കുന്നത്. പിള്ളേരെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള കോപ്രായങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കിട്ടണം. നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, ഇങ്ങനെയുള്ള ശരീര പ്രദർശനങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു നിയമം ഇരിക്കെ പിന്നെ ഇങ്ങനെ തുറന്നു കാണിക്കുകയാണ്. തുറന്നു കാണിച്ചിട്ട് എന്നാ കണ്ടോ കണ്ടോ, ഞാൻ 3 മണിയായപ്പോ ഞാൻ വീഡിയോ ഇടുവായിരുന്നു നിങ്ങൾക്ക് വേണ്ടി, കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട്. എന്നാൽ ഈ വീഡിയോയുടെ തംബ്നെയിലാണ് അടിപൊളി. രേണുവിന് ലക്ഷങ്ങളുടെ പിഴ, നടക്കാത്ത കാര്യം. ദുബായിൽ പോയി പണി വാങ്ങി, പണി ചോദിച്ചു പോയതാണല്ലോ, എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അതൊക്കെ വെറുതെ. അടുത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ, രേണുവിന്റെ അഴിഞ്ഞാട്ടം ദുബായിൽ നടക്കില്ല, നടക്കും, അതിനല്ലേ അവിടെ പോയത്. ലക്ഷങ്ങളുടെ പിഴ ഏറ്റുവാങ്ങി രേണു, ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, തിരിച്ചു വരും. ഇനിയും താഴത്തത് ഇപ്പൊ ഇടുന്നത് നിക്കറാണ്, ഓരോന്നിന്റെ നീളം കുറച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ പേടിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താണ് ഇത് പറയുന്നത്? നിക്കർ മറ്റേ ജട്ടി മാത്രം ഇട്ടുകൊണ്ട് ഇനി കാണിക്കുമോ? നിക്കർ വിധവ എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ഇനി ജട്ടി വിധവ എന്ന് വിളിച്ച് തുടങ്ങുമോ? നിങ്ങൾ അതിനും മടിക്കില്ല, അത് ഉറപ്പാണ്. അത് നിങ്ങൾ അതിനും മടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രീതിയിലാണ് നിങ്ങളുടെ പോക്കെങ്കിൽ ഏറ്റവും താമസിക്കാതെ നിങ്ങൾ ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി ആണെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു ഒരു സന്തോഷവുമില്ല. നിങ്ങളുടെ അധോഗതി, നിങ്ങൾക്ക് വരാതിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ആ ഒരു അധപ്പതനം, അത് ഏറ്റവും താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പറന്നു പോകുന്ന എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയായാലും സമ്മാനം മേടിക്കാൻ താഴെ വരണമെന്ന്. ആ സമ്മാനം മേടിക്കാൻ നിങ്ങൾ ഒരു ദിവസം താഴെ വരും. നിങ്ങളെക്കാട്ടിലും അഹങ്കാരം പിടിച്ച് നടന്നവര് എല്ലാവരും താഴെ വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒന്നുമില്ലാത്തവരെ പോലെ നടന്നിട്ടുമുണ്ട്. ഇപ്പൊ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പലരും നിങ്ങളെ എടുത്ത് എറിയും. അന്ന് നിങ്ങൾ പഠിക്കും, ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഇതെനിക്ക് ചെയ്തത് ദോഷമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പഠിക്കും. പഠിക്കാൻ വിവരമുണ്ടെങ്കിലല്ലേ പഠിക്കും. അവിടെ ഓക്ക് പറഞ്ഞു ഓക്ക്. സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയോ രേണു സുധീനെ കുറിച്ച് പറയുന്നു. ഡെയിലി ഇതാണ് കണ്ടന്റ്, വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണ് റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ. കാരണം രേണുവിന് ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട്, പിന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഈ കമന്റ് ബോക്സിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത് കാണാൻ ഇവർ പിന്നെയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എല്ലാവരും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. സോ എന്തായാലും കൊള്ളാം, ഇങ്ങനെ കേട്ടിരിക്കാം ഓരോ തമാശകൾ. എല്ലാവരും തംബ്നെയിൽ അടിപൊളി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മൾ അടിപൊളി കണ്ടന്റ്, ഇത് മാത്രമല്ല നമ്മൾ എല്ലാ കണ്ടന്റും റിയാക്ഷനായിട്ട് വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.